പ്രിയങ്കരനായ പുനലൂർക്കാർക്ക് അഭിമാനമായ സർ സോഹൻ റോയ് സാറ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അഭിനി സോഹൻ റോയ്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഉമാ പ്രേമൻ, ഡോക്ടർ ഷെർലി അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയവന്ദനം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ പലപ്പോഴും ഭൂതകാലത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ജനിച്ചത് ഭൂതകാലത്തിലാണ്, ഇന്നലെയാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് വർത്തമാനകാലത്താണ്. എന്നാൽ നമ്മൾ നോക്കുന്നത് ഭാവിയിലേക്കാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ജനിച്ച് ജീവിത അവസാനം വരെ നമ്മൾ ഈ ഭൂതകാലത്തിൽ തന്നെ കഴിഞ്ഞു പോകുന്നതാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. എന്നാൽ ഞാനെപ്പോഴും പുനലൂരിൻ്റെ പേര് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളാണ്. ഒരു പുനലൂർക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു വല്ലാത്ത അഭിനിവേശമാണ്. യഥാർത്ഥത്തിൽ എന്നെ നിലനിർത്തുന്നതും എന്നെ സഹിക്കുന്നതും പുനലൂർക്കാരല്ല. പുനലൂരിൽ ഞാനിപ്പോൾ അതിഥി ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്. എങ്കിലും പുനലൂർ എനിക്ക് വലിയ ആവേശമാണ്. ആ ആവേശമുള്ള പുനലൂരിൽ ഒരു മനുഷ്യൻ ഒരു ഗോളാന്തര മനുഷ്യനായി മാറി. ആഗോളമെന്ന് പറയാനൊക്കത്തില്ല. അദ്ദേഹം, ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഈ ഗോളത്തിനും ഈ ഭൂമിക്കും അപ്പുറമുള്ള കാഴ്ചകൾ കാണുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. എനിക്ക് വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ ഗുരുക്കന്മാരുടെ മകനാണ്. കൃഷ്ണശാസ്ത്രി സാറ് എൻ്റെ പ്രഥമ അധ്യാപകനായിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ ആദ്യകാല സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പുനലൂർ പ്രദേശത്ത് നടക്കുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന സാറിനെയാണ്. ഞാൻ വിളിക്കുന്ന എവിടെയും വരും. ഞാൻ സംഘടിപ്പിക്കുന്ന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. ചെറിയ സാമ്പത്തിക സഹായവും ചെയ്യുമായിരുന്നു. അന്ന് അത് മതിയായിരുന്നു. സോഹൻ റോയ് സാറിൻ്റെ പിതാവാണത്. മാതാവ് കസ്തൂർബായി ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ലെങ്കിലും ഒരു ശിഷ്യനെ പോലെ കാണുകയും ടീച്ചറിനോടൊപ്പം പല പരിപാടികൾ, നല്ലൊരു പ്രഭാഷകയായിരുന്നു അദ്ദേഹം. അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡോക്ടർ പ്യാരേലാൽ എനിക്ക് പ്രിയപ്പെട്ടൊരു സഹോദര സുഹൃത്തായിരുന്നു. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നൊരാൾ ലോകത്തിൻ്റെ നെറുകയിലെത്തി അദ്ദേഹം വലിയ സംരംഭങ്ങൾ, വലിയ സ്വപ്നങ്ങൾ കാണുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രം നോക്കുമ്പോൾ ഈ കാലദേശങ്ങളെ അതിജീവിച്ച് ഈ വർത്തമാനകാലവും കഴിഞ്ഞ് ഭാവി കാലത്തിനും അപ്പുറം നോക്കിക്കൊണ്ട് നടക്കുന്ന കുറേ നമ്മുടെ സമൂഹത്തിലുണ്ട്, കുറേ പേർ. അതിൽ പെടുന്നവരാണ് ഗാന്ധിജി, ശ്രീനാരായണ ഗുരു, അങ്ങനെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ആത്മീയ രംഗങ്ങളിലൊക്കെ കുറേ പേരുണ്ട്. അവരിപ്പോഴും അവരുടെ കാൽപ്പാടുകൾ ഇവിടെ പറിച്ചിട്ട് നടന്നു പോയെങ്കിലും ആ കാൽപ്പാട് നോക്കി നമ്മളൊക്കെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം കാൽപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് നടക്കുകയാണ് സർ സോഹൻ റോയ് എന്ന മനുഷ്യസ്നേഹി. വലിയ വ്യവസായ സംരംഭങ്ങൾ സ്ഥാപിക്കുകയും എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിവിധ തലങ്ങളിലേക്ക് മാറി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവുഡിൻ്റെ പ്രവർത്തനത്തിൽ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ 2-3 ദിവസം എനിക്ക് അതിൽ പങ്കെടുത്ത് വസിക്കാൻ കഴിഞ്ഞു. അന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ മഹാപ്രതിഭയെ മനസ്സിലാക്കുന്നത്. സിനിമാ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ ഒറ്റ സിനിമ കൊണ്ട് ആഗോളതലത്തിൽ ഡാം ട്രിപ്പിൾ 9 എന്ന ആ സിനിമ, അത് പുനലൂർക്കാരന് അങ്ങനെ ഒരു സിനിമ പണം മുടക്കി എടുക്കുവാനും അതിന് കഥ എഴുതുവാനും അത് സംവിധാനം ചെയ്യാനും ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് വളരെ ആവേശത്തോടെ ഒരു വലിയ ഒരു മനുഷ്യനെ കാണുന്നത് പോലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം പുനലൂർ അല്ല ജീവിക്കുന്നത്, അദ്ദേഹം ഗൾഫ് നാടുകളിലാണ്. പക്ഷെ പുനലൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിരവധി പേർക്ക് തൊഴിലൊരുക്കുന്ന സംരംഭങ്ങൾ,
അപ്പോൾ നാടിനെ പ്രത്യേകം സ്നേഹിക്കുന്ന അങ്ങനെ അപൂർവമായ അത്ഭുത പ്രതിഭകളുള്ള ആ മനുഷ്യൻ ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയാണ് ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ വളരെ വിശദീകരിച്ച് ആ വിശദീകരണത്തിൽ അറിയാം വിദ്യാഭ്യാസ പദ്ധതിയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന്. നമ്മളെല്ലാം ഇപ്പോഴും കാണുകയാണ്, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ ഉയർന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ വിദേശത്തേക്ക് പോവുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ. അതെന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളൊന്നും ചിന്തിക്കാറില്ല, നമ്മുടെ സമൂഹം ചിന്തിക്കാറില്ല, ഭരണ സംവിധാനങ്ങളും ചിന്തിക്കാറില്ല. വിദേശത്ത് നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരുന്ന തരത്തിലേക്ക് നമുക്ക് മാറി വരണം. ആ കാഴ്ചപ്പാടാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത്. ഈ പലപ്പോഴും നമ്മൾ ജീവകാരുണ്യ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത നിയോഗം എന്താണ്, നമ്മുടെ ബുദ്ധിയും കഴിവും പ്രയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറിയാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, പക്ഷെ നമ്മൾ എന്തിന് നിയോഗിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിതം കടന്നു പോകും. അങ്ങനെ ഒത്തിരി കാലം ജീവിതം കടന്നു പോയിട്ടാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തകനാകുകയാണ് എൻ്റെ ദൗത്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ജീവകാരുണ്യ രംഗത്തേക്ക് വന്നതും ഗാന്ധി ഭവൻ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതും. അപ്പോൾ എൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ വന്നു. ഒരു ജീവകാരുണ്യ മേഖല പ്രവർത്തനമെന്ന് പറയുന്നത് തെരുവിൽ വീണ് കിടക്കുന്നവരെ സംരക്ഷിക്കുക മാത്രമല്ല, അവരെ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും, പുതിയ തലമുറ ജീവിതത്തെക്കുറിച്ച് എങ്ങനെ പഠിക്കണം, അങ്ങനെ ഒരു ജീവകാരുണ്യ സംരംഭം എല്ലാ സമസ്ത മേഖലയിലും കാലാനുസൃതമായി മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയുണ്ടായത്. ആ ചിന്തയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വന്നപ്പോഴാണ് ഇന്ന് ആ പ്രസ്ഥാനം ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മാറിയത്. പഴഞ്ചൻ രീതിയിൽ നിന്നും പുതിയ ഈ വർത്തമാനകാലത്ത് വന്നിട്ട് ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അതിനും ഒരു കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കുണ്ടായതാണ്. അതുപോലെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സർക്കാർ സർവീസിൽ എനിക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ട്. പല സർക്കാർ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടേണ്ടിയും വന്നിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിലുമുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ തലമെല്ലാം വലിയ പരാജയങ്ങളാണ്. സർക്കാർ ഏത് സംരംഭം സമാരംഭിച്ചാലും അതിലൊക്കെ നഷ്ടമാണ് വരുന്നത്, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ. കാരണം ഈ ഉയർന്ന ചിന്തയുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ സർവീസുകളിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് അവരുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരുടെ ഐക്യ നിലവാരം നോക്കി അവരുടെ ചിന്ത നോക്കി അവരെ ട്രെയിൻ ചെയ്തെടുത്തിരുന്നെങ്കിൽ നമുക്ക് അതിവേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നവർ സൃഷ്ടിക്കാമായിരുന്നു. ഞാനും അങ്ങനെയുള്ള ആളുകളെ തേടുന്ന ഒരാളാണ്. എന്നോടൊപ്പം തന്നെ സർക്കാർ സർവീസിൽ നിന്ന് ഉന്നത പദങ്ങൾ അലങ്കരിച്ച ഒരുപാട് പേര് സേവനം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ അവരോട് തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത്രയും കാലം സർക്കാരിൽ സേവനം ചെയ്ത് എന്ന് ചോദിക്കാറുണ്ട്. കാരണം അവർക്ക് എങ്ങനെ പ്രായോഗികമായി പ്രവർത്തിക്കണമെന്നറിയുന്ന ആളുകൾ വളരെ കുറച്ചാണ്. അപ്പം പ്രായോഗികമായ ഒരു ജീവിത ശൈലിയും പ്രായോഗികമായ പ്രതിഭകളെയും സൃഷ്ടിക്കാൻ ഇത്തരം പദ്ധതിയിലൂടെ നമ്മുടെ സമൂഹത്തിനാകും. വലിയ ദൗത്യമാണ് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ വളരെ ശക്തമായ, വളരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാനും അല്പം ലേറ്റായിട്ടാണ്, 10 മണിക്ക് വരണമെന്ന് പറഞ്ഞെങ്കിൽ 10:20 ഞാൻ ഇവിടെ എത്തിയപ്പോൾ. അത് നമ്മുടെ ഒരു പ്രത്യേകത. പല കാര്യങ്ങൾക്കും പോകുമ്പോൾ 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 11 11:30 12 തുടങ്ങത്തുള്ളൂ. അതൊരു ശീലമായി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. സമയത്തെ ഒട്ടും നമ്മൾ ബഹുമാനിക്കാത്തൊരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം അദ്ദേഹത്തിൻ്റെ കൃത്യതയും സമയനിശ്ചയമാണ് എന്നുള്ളതും കൂടി തിരിച്ചറിയേണ്ട ഒരു ഇടത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓരോ മേഖലയിലെയും വ്യത്യസ്തരായ പ്രതിഭകളെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർ പ്രിയപ്പെട്ടവരിവിടെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ വിളിച്ച് ഈ ദൗത്യം ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പുതിയ പുനലൂരിനെ സൃഷ്ടിക്കാൻ, ഒരുപാട് പാരമ്പര്യമുള്ള ഒരു നാടാണ് പുനലൂർ. എങ്കിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മൾ പുനലൂർ ഒട്ടേറെ പിന്നിലാണ്. അപ്പോൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ പുനലൂരിൽ നിന്ന് തന്നെ ഒരു തുടക്കമുണ്ടായാൽ അത് കേരളത്തിനാകെയും ഇന്ത്യക്കും വലിയ അഭിമാനമായി മാറും. ഇന്ത്യക്കും അപ്പുറമുള്ള
പൊല്ലൂക്കാരൻ നമ്മുടെ ഒരു ആദരവാണ്, അഭിമാനമാണ്. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഇവിടെ വിശദീകരിച്ചത്. ഈ ആശയങ്ങൾ വളരട്ടെ, നമുക്കെല്ലാം ഒത്തുചേർന്ന് നിൽക്കാം. ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട് ഗാന്ധി ഭവനിൽ. ഒന്നുമില്ലാതെ വന്നവരുണ്ട്, സമൂഹത്തിലെ ഉന്നതരായിരുന്നവരുണ്ട്, ശാസ്ത്രലോകത്തും സാംസ്കാരിക ലോകത്തും ഭരണലോകത്തും ഒക്കെ ഇരുന്നവരെല്ലാം ഒത്തുചേരുന്നൊരു കുടുംബമാണ്. ഞങ്ങൾ പ്രാർത്ഥനയോടെ അങ്ങേക്കും ഈ പദ്ധതിക്കും ഒപ്പമുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് നമസ്കാരം.